പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M3140 എന്ന പ്രിന്റർ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്കാൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഒന്നെങ്കിൽ ഈ ADF യൂണിറ്റിൽ നിങ്ങൾക്ക് വെക്കാം. ADF യൂണിറ്റ് വെക്കുന്ന സമയത്ത് നല്ല ഗുഡ് ഡോക്യുമെൻ്റ് പേപ്പർ ആയിരിക്കണം. കണ്ടില്ലേ, ADF യൂണിറ്റിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ടൈറ്റ് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എല്ലാ ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്ററിലും കണ്ടുവരുന്ന സാധാരണ സ്കാനർ ഗ്ലാസ് വരുന്നുണ്ട് താഴെ. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു കോർണറിൽ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം. അപ്പോൾ ഈ കോർണറിലേക്ക് അടുപ്പിച്ചാണ് നിങ്ങൾ സ്കാനിങ്ങിന് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് വെക്കേണ്ടത്. ഡോക്യുമെൻ്റ് വെച്ചതിന് ശേഷം സ്കാനർ ഡോർ ക്ലോസ് ചെയ്യണം. സ്കാൻ ചെയ്യാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഈ രണ്ട് കാര്യം ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിൽ എപ്സൺ സ്കാൻ ടൂറിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷന്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനത് ഡെസ്ക്ടോപ്പിലേക്ക് ഒന്ന് ഷോർട്ട് കട്ടാക്കി ഇട്ട് തരാം. അപ്പോൾ ഫയൽ ലൊക്കേഷനിൽ പോയിട്ട് നമ്മളെ സ്കാനിങ്ങിൻ്റെ ആപ്ലിക്കേഷന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെൻഡ് ടു ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് ഉണ്ടാവും. ഓക്കെ, അത് ക്ലിക്ക്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ കേസിൽ സ്കാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഡോക്യുമെൻറ്റിൻ്റെ ഫയൽ നേരെ കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. ഞാൻ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ കൊടുത്തത്, ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ലൊക്കേഷൻ കൊടുത്തത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ആ ഫയൽ വന്നിട്ടുണ്ട്. സ്കാനിങ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മൾ സേവ് ലൊക്കേഷൻ കൊടുത്ത ഫോൾഡർ ഓപ്പണായി വരുന്നതാണ്. നമ്മുടെ ഫയൽ അവിടെ ഉണ്ട്. ജസ്റ്റ് അന്ന് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് ഇവിടെ സ്കാനിങ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് സെറ്റിങ്സും ചേഞ്ചസ് ഒക്കെ വരുത്താനുള്ള ഓപ്ഷൻസ് താഴെ കാണുന്നത്. ഇവിടെ ഡോക്യുമെൻ്റ് സോഴ്സ് തന്നെ കണ്ടില്ലേ. ഈ മോഡൽ പ്രിൻ്ററിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ADF യൂണിറ്റും വരുന്നുണ്ട്, സ്കാനർ ഗ്ലാസും വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ഓട്ടോ ഡിറ്റക്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് വെച്ചത്, ADF യൂണിറ്റിലാണ് വെച്ചതെങ്കിൽ ADFൻ്റെ സെൻസർ എനേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ADF യൂണിറ്റിൽ നിന്ന് മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. സ്കാനർ ഗ്ലാസ് ആണെങ്കിൽ സ്കാനർ ഗ്ലാസ് എന്നാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ ഡിറ്റക്റ്റഡ് തന്നെയാണ് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡോക്യുമെൻ്റ് സൈസ്, ഏത് സൈസിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സൈസ് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇമേജ് ടൈപ്പ്, അതിപ്പോൾ ഓട്ടോ തന്നെ നിന്നോട്ടോ. ഓട്ടോ അല്ലെങ്കിൽ കളറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഗ്രേ സ്കെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡാർക്ക് കളറായിരിക്കും ഉണ്ടാവുക നമ്മുടെ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഓട്ടോയിലോ അല്ലെങ്കിൽ കളറിലോ നിങ്ങൾ വെക്കുക. പിന്നെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ എത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആയിരിക്കും. അതേപോലെ സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടുതലായിരിക്കും. റെസൊല്യൂഷൻ കുറയുന്തോറും ക്ലാരിറ്റി കുറയും. അതേപോലെ ഫയൽ സൈസും കുറയുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ഓർ എഡിറ്റ് പേജർ ആഫ്റ്റർ സ്കാനിങ് എന്നുള്ളത്. ഇത് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അതായത് മൾട്ടി പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് നിങ്ങൾക്ക് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ കൂടുതൽ പേജസ് സേവ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു തരാം. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും PDF ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫയൽ നെയിം, നമുക്ക് സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഈ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഏതാണ് ഫയൽ ആവശ്യമില്ല. അതേപോലെ താഴെ കാണുന്ന ആഡ് ഡേറ്റ് എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു പേരിലായിരിക്കും ഉണ്ടാവുക. അതല്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ ആഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പേര് വെച്ചിട്ടുള്ളൊരു പേരായിരിക്കും ഉണ്ടാവുക. പിന്നെ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ 3 ഓപ്ഷൻ്റെ പുറമെ താഴെ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതേപോലെ ബോക്സ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുതിയൊരു ഫോൾഡർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഡെസ്ക്ടോപ്പാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നിങ്ങൾക്ക് താഴെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്രിവ്യൂ സ്കാൻ. പ്രിവ്യൂ പറഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ കാണാൻ കഴിയും. അതേപോലെ ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. സ്കാനിങ് കൊടുക്കുന്നതോടുകൂടി മാത്രമേ കമ്പ്യൂട്ടറിൽ സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ ഒരിക്കലും സേവ് ആവില്ല. ഇപ്പോൾ പ്രിവ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് മൗസിൻ്റെ ഇതുകൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നുള്ളൊരു ഇതായി. അത് നമുക്ക് വെച്ചാണ്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക്
അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് കൊടുക്കുന്നതോടുകൂടി ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആവുകയുള്ളൂ. നമുക്കതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് കണ്ടു നോക്കാം, പ്രിവ്യൂ കണ്ടു നോക്കാം. സേവ് ആവുന്നതോടുകൂടി സ്കാനിങ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മൾ സേവ് ചെയ്ത ഫോൾഡർ ഓപ്പണായി വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സ്കാൻ ആയിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ ക്രോപ്പിംഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും ഈ സെലക്ട് ചെയ്ത ആ ഭാഗം ഡിലീറ്റ് ചെയ്യണം. അതിനാണ് ഇവിടെ ഇറേസ് ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെലക്ഷൻ ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതേപോലെ ഈ പ്രിവ്യൂ ക്ലോസും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ പ്രിവ്യൂ അവിടെ അങ്ങനെ ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും, ആഡ് ഓർ എഡിറ്റ് പേജർ ആഫ്റ്റർ സ്കാനിങ് എന്നുള്ളത്. അത് എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടി പേജസ് സ്കാൻ ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ 1 by 1 ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഡോക്യുമെൻ്റ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് പേജ് വെച്ച് കൊടുക്കുക ഡോക്യുമെൻറ്റിൻ്റെ, എന്നിട്ട് നമ്മൾ ആ ടിക്ക് ഇട്ടതിന് ശേഷം സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻസ് മാറുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, യെസ്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരുന്നതാണ്. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒന്ന് ആഡ് അല്ലെങ്കിൽ സേവ്. ഇവിടെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അടുത്ത പേജ് വെക്കുക, എന്നിട്ട് വീണ്ടും ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ആ സ്കാനിങ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജ് വീണ്ടും കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡോക്യുമെൻറ്റ് പിന്നെയും സ്കാനർ ഗ്ലാസ്സിൽ വെക്കാം അല്ലെങ്കിൽ മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്കാനിങ് ആവുന്നതാണ്. എന്നിട്ട് അവസാനം നിങ്ങൾ ഡോക്യുമെൻ്റ് എല്ലാം സ്കാനിങ് കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഈ താഴെ അതിൻ്റെ അടുത്ത് കാണുന്ന സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അത് സേവ് ആയി വരുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം നമ്മൾ രണ്ടാമത്തെ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ആഡ് സേവ് എന്ന ഓപ്ഷന്. അപ്പോൾ നിങ്ങൾ അടുത്ത ഡോക്യുമെൻറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ഡോക്യുമെൻറ്റ് വെക്കുക. ഫിനിഷിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സേവ് ചെയ്ത ഫോൾഡർ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മുടെ ഫയൽ അവിടെ കാണാൻ സാധിക്കും. സിംഗിൾ ഫയലിനാണ് കുറച്ച് കൂടുതൽ സൈസ് ഉണ്ടാവും അത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കൂടെ അല്ലെങ്കിൽ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫസ്റ്റ് കണ്ട പോലെയല്ല, നമുക്കിവിടെ 2 പേജസ് 1 of 2 എന്നുള്ള മെസ്സേജ് കാണാൻ സാധിക്കും. കണ്ടില്ലേ, അതായത് 2 പേജുണ്ട്. നമ്മൾ 2 തവണ സ്കാനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പേജാണ്, സെക്കൻഡ് പേജ് ഇതാണ് കാണുന്നത്. ഞാൻ ഡോക്യുമെൻറ്റ് മാറ്റി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് സെയിം ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ 2 പേജിലായിട്ട് കാണുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.